ധനം ഏത് കാര്യത്തിലും ആവശ്യമാണെന്ന് ഇവിടുത്തെ ഓരോ ഹൈന്ദവനും അറിയാം. എന്നിട്ടും അവനത് നേടാൻ കഴിയുന്നില്ല. ഒരു തരത്തിലും ആവശ്യം ധനം കയ്യിൽ വരുന്നില്ല. വന്നാൽ അത് ദൂർത്തടിച്ചു കളയും. ഇപ്പം തന്നെ ഒരു 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 കൂലിപ്പണിക്ക് പോയി 1000 രൂപ ദിവസം കിട്ടും. 9 മണിക്ക് പോയി 5 മണി വരെ നിന്നാൽ 1000 രൂപയാണ് കൈ കിട്ടുന്നത്. ഇടയ്ക്ക് വിശ്രമമൊക്കെ ആവാം. ഈ 1000 രൂപ അവന് കിട്ടുമ്പം അവൻ വിചാരിക്കുന്നത് എനിക്കൊരു മുടക്കം കഴിയുന്നില്ലല്ലോ, ചുമ്മാ 1000 രൂപ കൈ കിട്ടിയില്ലേ, ഒരു മുടക്കം ഇല്ലാതെ 1000 രൂപ കിട്ടി, അവന് 500 രൂപ കുടിക്കാം. 500 രൂപ അത് കുടിക്കാം. വീട്ടിൽ ഉപ്പും മുളകും തുപ്പലി എല്ലാം കൂടെ വാങ്ങാൻ, തുണിയും എല്ലാം കൂടെ വാങ്ങാൻ ഒരു 200 രൂപ കൊടുക്കാം. അതുകൊണ്ട് കഷ്ടി കൊണ്ട് കഴിയട്ടെ. അത്യാവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി. ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ, ഒരു 50 ഗ്രാം കടുവും, 1 കിലോ അരിയും, 1 കിലോ ഗോതമ്പ് മാവും, ഇത്രയൊക്കെ ഉള്ളത് മിച്ചം കൂടെ വരുമല്ലോ, അത് മതി. അങ്ങനെ ബാക്കി 500 രൂപ കൊണ്ട് കൂട്ടുകാരെ കൊണ്ട് വിളിച്ചായാലും ഷാപ്പിൽ കൊടുക്കും. അന്തസ്സായിട്ട് കുടിക്കും. കാരണം ചുമ്മാ കിട്ടിയ കാശാ, വയ്യപ്പം കിട്ടിയതാ. രാവിലെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കറങ്ങിയിട്ട് വന്നപ്പോൾ 1000 രൂപ കിട്ടിയില്ലേ. 200 ബാക്കി 250 രൂപ വീട്ടിൽ കൊണ്ട് വെച്ചേക്കാൻ നോക്കില്ല. അത് മുഴുവൻ തുണിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് സോപ്പോ അരിയോ ഒക്കെ കൂടുതൽ വാങ്ങിച്ച് മുഴുവൻ മുടിപ്പിച്ച് കളയുമെന്നുള്ളതുകൊണ്ട് 250 രൂപ വീട്ടിൽ കൊടുക്കുകയില്ല. ഷാപ്പിൽ കൊണ്ട് ഏൽപ്പിക്കും, അല്ലെങ്കിൽ ബാറിൽ ഏൽപ്പിക്കും, കണക്കിൽ കുറിപ്പിച്ച് വെക്കും. എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം 2 ദിവസം വരുമാനമില്ലാതെ വന്നാലും നമുക്ക് കുടിക്കണ്ടേ. അതാണ് മുൻകരുതലാണ്. നല്ല ദീർഘവീക്ഷണമുള്ളവരാണ് ഈ കുടിയന്മാരൊക്കെ. അങ്ങനെ അവിടെ ഏൽപ്പിക്കും. ഈ 500 രൂപ കൊണ്ട് അവൻ തന്നെ കുടിച്ചിട്ട് തീരുകയില്ലേ, കൂട്ടുകാരെ കൊണ്ട് വിളിക്കും. കാരണം ഇവനില്ലാവരും കൂട്ടുകാർ വിളിക്കണ്ടേ, അപ്പോൾ അവനോട് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ 500 750 രൂപ അവിടെ കൊടുത്തു. 750 രൂപ വീടി സിഗരറ്റയിൽ അവന് കഴിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് 200 രൂപ വീട്ടിലും കൊടുത്തു. കാര്യങ്ങളിൽ വീട്ടുകാർക്കും പരാതിയില്ല. കാരണം അരിയായി, 1 കിലോ അരി വന്നില്ലേ. ഇതാണ് ഇവിടുത്തെ ഒരു സാധാരണ പണി ചെയ്ത് കുലിമല ചെയ്ത് ജീവിക്കുന്ന ഹൈന്ദവൻ്റെ ഒരു മനസ്സ്. എന്നാൽ കുറച്ചുകൂടെ സ്വത്തുക്കളൊക്കെ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അവൻ കുറച്ചുകൂടെ അങ്ങ് അല്പം ദൂരത്തും കടിക്കാൻ നോക്കും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങും. നമുക്ക് നോർമൽ ആവശ്യമുള്ള തുണികൾ വാങ്ങുന്നതിന് പകരവും ജൗളിക്കടയിലൊക്കെ പോയി ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറേ വാങ്ങിക്കും. ഓണം എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് വാങ്ങിച്ചു നോക്കും. അത് ഗുണം. അതിപ്പോൾ 1 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അത് ഉപയോഗിച്ചില്ല, 1-2 പ്രാവശ്യം ഉപയോഗിച്ചില്ല, അത് കളഞ്ഞിട്ട് വേറെ വാങ്ങിക്കും. അങ്ങനെ അനാവശ്യമായ ചിലവ്. അരയില്ലെങ്കിൽ ചെല്ലുമ്പോഴാണ് 2 പച്ചമുളക് കൂടിപ്പോയെന്ന് തോന്നുന്നു അരയ്ക്കാൻ. അപ്പോൾ 2 അങ്ങോട്ട് മാറ്റി വെക്കും. അതവിടെ ഇരുന്ന് പോവും, പറ്റി അരച്ചുകൊണ്ട് പോരും. അതതിലെ പോയി താഴെ പോയി കാണാതെ വന്ന് കാക്ക വന്നാൽ കൊട്ടിക്കൊണ്ട് പോയി ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ നഷ്ടപ്പെടും. പല വഴിക്കുമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ വളരെ മടങ്ങാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. മുൻകാലങ്ങളിൽ ഈ നായന്മാരിടയ്ക്കുള്ളൊരു വ്രതം, കെട്ടുകല്യാണം, പുളികൂടി അടിയന്തരം. കെട്ടുകല്യാണം എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ സദ്യയാണ്. നാടൊട്ടുക്ക് വിളിക്കും. ഒരു 5 വയസ്സ് മുതലുള്ള പിള്ളേർ കാണും, ഒരു 10-15 എണ്ണമൊക്കെ കാണും. ഒരു കൂട്ടുകുടുംബമല്ലേ. അതിനെ എല്ലാം ഒരു നമ്പൂരിയെ വിളിച്ച് അങ്ങോട്ട് കെട്ടിക്കും. ഒന്നിനെ കെട്ടിച്ച് കൈ കഴുകും നല്ലപോലെ, രണ്ടാമതിനെ കെട്ടും. ഇങ്ങനെ 10-15 എണ്ണം കിട്ടും. അവസാനം അയാൾക്ക് കിട്ടേണ്ട പണവും വാങ്ങി കുശാലായിട്ട് ആവശ്യമുള്ള അയാൾ തന്നെ ഭക്ഷണം പാകം ചെയ്ത്, കാരണം അരിയും സാധനങ്ങളൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് അയാൾ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക, സുഭിക്ഷമായിട്ട് കഴിക്കും. അങ്ങനെ 7 ദിവസത്തെ എല്ലാ സുഭിക്ഷമായിട്ട് ബാക്കി ഗവണവും കൊടുത്തു വിടും. ഇവനിവിടെ ഈ സദ്യ മുഴുവൻ നടത്തുന്നത് ഒരു 5 ഏക്കർ സ്ഥലം വിറ്റിട്ടാണ്. 5 ഏക്കർ സ്ഥലം വിറ്റ് കഴിഞ്ഞു ഈ പുളിയോട് ഈ കെട്ടുകല്യാണം നടത്താൻ. ഇയാളെ കയ്യും പോവുക. പിന്നെ സമ്പത്തക്കാർ വന്ന ആ രീതിയിൽ കുത്തഴിഞ്ഞ ജീവിതം വെറുതെ ധനം കളഞ്ഞ് അനേക ഏക്കറേജുള്ള നായർ സമുദായം ഇന്ന് അതിൻ്റെ 10% പോലും കയ്യിലില്ല. 5% ഉണ്ടോ എന്ന് സംശയമാണ്. ഇതാണ് ഹൈന്ദവൻ്റെ നായരുടെ അഭിപ്രായം. ബാക്കി എല്ലാ ഗ്രൂപ്പും ഇതല്ല, ഇതിനപ്പുറമാണ് കാണിക്കുന്നത്. ഇതിനപ്പുറം എന്തെങ്കിലും എവിടെന്നെങ്കിലും ചെറിയ ദൂർത്തടിക്കും. ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ട് അത് അനുകരിക്കും.
ഇങ്ങനെ ധനശേഷിയില്ലാത്തൊരു വർഗമായിട്ട് ഇവിടുത്തെ ഹൈന്ദവരങ്ങ് മാറി. ഇപ്പോഴും ബുദ്ധി തെളിയാത്തവരുണ്ട്, ഇപ്പോഴും ധൂർത്തടിക്കുകയാണ്. അനാവശ്യമായ ഭക്ഷണം ഈ പുതിയ കുഴിമന്തി എന്നൊക്കെ പറയുന്ന ഹോട്ടൽ ഭക്ഷണമൊക്കെ ചെന്ന് മോഹം കൂടിയിട്ട് അയാൾ കൂടിയതാണെന്ന് കണ്ടിട്ട് അവന് ഈ ഒരു 4 പ്രാവശ്യം കുഴിമന്തി കഴിച്ചു കഴിഞ്ഞാൽ അവന് പ്രഷർ ഉറപ്പാണ്, ഷുഗറായി, ഹാർട്ടിന് ബ്ലോക്കായി. ഈ ഒന്നുമില്ലാത്തടത്ത് ഇത് ശാലം പൈത്യം കൊണ്ട് പോയി വലിയ ഇതായിട്ട് ജീവിക്കുന്നവരെ കഷ്ടിച്ചൊക്കെ അത് ആശുപത്രി കൊടുക്കാനും പൈസ എല്ലാം ചെയ്യും, വസ്തുവിക്കെല്ലാം എല്ലാം ചെയ്യും. ഇതാണ് ഭക്ഷണത്തിലൂടെ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു ഭാഗം. കുറച്ച് ആയിരിക്കും, തീരെ ആയിരിക്കില്ല, ഒരു 2 ഏക്കർ സ്ഥലമൊക്കെ ഉള്ളവരായിരിക്കും. എല്ലാ രീതിയിലും പിരിവ്, ഉത്സവ പിരിവ് കൊല്ലത്ത് കൊടുത്ത് 1000 രൂപ കൊടുത്തു. നമ്മളത് കുറയരുതല്ലോ. ഇവിടെ പട്ടിണി കിടന്നുകൊണ്ടാണെങ്കിൽ പോലും 1001 കൊടുക്കാൻ നോക്കും, അല്ലെങ്കിൽ 2000 കൊടുക്കാൻ നോക്കും. പൊങ്ങച്ചത്തിൻ്റെ രാജാക്കന്മാരായിരുന്നവർ അവനവൻ്റെ കാര്യം നോക്കാൻ ശരിക്കും കഴിവില്ലാത്ത, അതുകൊണ്ടാണ് ഈ ധനശേഷി ഇല്ലായി വരുന്നത്. കഷ്ടപ്പാട് അധികമാണ്. ഓരോരുത്തരുടെ ഇടപെടൽ കാണുമ്പോൾ അറിയാം. ഓരോ കാര്യങ്ങളിൽ ആയിട്ട് മുട്ടുമ്പോഴാണ് അറിയുന്നത് ഇല്ലാത്തതിൻ്റെ ആ വിഷമം. അവർ ഉള്ളപ്പം ദൂത്തടിക്കുകയും ഇല്ലാത്തപ്പം വളരെ ഞെരുക്കവും മനോവ്യഥ അനുഭവിക്കുകയും ചെയ്യുന്നു. ആ മനോവ്യഥ രോഗത്തിലേക്ക് നയിക്കുന്നു. എല്ലാ രീതിയിലും അധപതനത്തിൻ്റെ ഒരു വഴക്കിലേക്ക് പോകുന്നതിന് കാരണം ഇതാണ്. അതിൽ ഇനിയെങ്കിലും അത് ശ്രമിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ മതി. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല പ്രാർത്ഥനയും നല്ല ശ്രമവും വരുമ്പം ബുദ്ധിക്ക് തെളിമ വരും. അങ്ങനെ ആവശ്യം സമ്പാദിക്കുകയും 1 പൈസ പോലും കൂടുതൽ ചിലവാക്കാതെ ഇരിക്കാനും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. 1 പൈസ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ അതൊരു വിഷമമായിട്ട് തോന്നും നമുക്ക്. കാരണം വയ്യോളം പണിയുന്നവന് 1000 രൂപ കിട്ടുമ്പോൾ അവൻ ചുമ്മാ കിട്ടിയെന്ന് തോന്നും. എന്നാൽ കൃഷി ചെയ്ത് അവനൊരു പച്ചക്കറി സാധനങ്ങൾ വിറ്റിട്ട് 250 രൂപ കിട്ടിയാൽ അതിൽ 10 രൂപ ചിലവാക്കാനൊരു വിഷമമാണ്. ശമ്പളം കിട്ടുന്നത് 20,000 രൂപ ശമ്പളം മാസം കിട്ടിയാൽ അവനെ അതിന് 10 രൂപ എടുത്ത് അനാവശ്യമായിട്ട് ചിലവാക്കി അവൻ ദുഃഖം മാറുകയില്ല. അത് പഠിക്കേണ്ടത് അധ്യാപകരെയാണ്. അവരൊരു പൈസ പോലും കൈക്കൂലി കിട്ടുന്ന വർഗമല്ല. അതുകൊണ്ടായിരിക്കും 1 പൈസ പോകുന്ന കൃത്യമായ കണക്ക് കൂടി ചിട്ടപ്പെടുത്തി ചിലവാക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അധ്യാപകർക്ക് ശിക്ഷപ്പെടണം ധനം ചിലവാക്കുന്ന കാര്യത്തിൽ. ഒരധ്യാപകനും 100 പേരെ എടുത്ത ഒരാൾ കാണും കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ. നല്ല ചിട്ടയിലുള്ള ജീവിതം നയിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അവരെ അനുകരിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് 1 പൈസ നമ്മൾ വെറുതെ പോവുകയില്ല. ഈ അധ്യാപകരുടെ ഒരു വലിയൊരു മഹത്വമാണത്. അവരുടെ കയ്യിൽ നിന്ന് 1 പൈസ പോലും വെറുതെ നഷ്ടപ്പെടുകയില്ല. കൃത്യമായ കണക്കും കാര്യവും ഉണ്ട് അവർക്ക്. അതൊന്ന് ശീലിക്കാമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവൻ ഏതെങ്കിലും അധ്യാപകരെ ഒരു 2-3 പേരെ മാതൃകയായിട്ട് എടുത്താൽ മതി. അവരുടെ ജീവിതം നോക്കിയാൽ മതി. കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള അധ്യാപകൻ പോലും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അത് കോളേജ് അധ്യാപകൻ വരെ അങ്ങനെയാണ്. അതായത് പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്നവനും കോളേജിലെ ലെക്ചറും കോളേജ് പ്രൊഫസറും ഇതിങ്ങനെയാണ്. അനാവശ്യമായി 1 പൈസയും ചിലവാകത്തില്ല. വലിയ ആൾക്കാരങ്ങനെയാണ്. നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ള ഒരു ഹോട്ടലിൽ 3 പേര് അവർ കൂട്ടുകാരായിട്ട് കയറിയ ഏറ്റവും അവസാനം കഴിയുന്നത് ശിവശങ്കരപ്പിള്ളയാണെന്ന് കൂട്ടുകാർ കളിയാക്കുന്നതായിട്ട് ഒരിക്കലും ഒരാൾ എഴുതി കണ്ടു. കാരണം ബില്ല് കൊടുക്കാതിരിക്കാൻ വേണ്ടി. ഇഷ്ടംപോലെ കാശുണ്ട്, പുസ്തകം, എല്ലാ രീതിയിലും. ഇങ്ങനെയാണ് ഉന്നതന്മാരുടെ കയ്യിൽ നിന്ന് 1 പൈസ വെറുതെ പോവുകയില്ല. മണ്ടന്മാരാണെങ്കിൽ 1 പൈസയും സമ്പാദിച്ചു വെക്കുകയില്ല. ഒരു മുൻകരുതലുമില്ല, പണം ചിലവാക്കും. വരവും ചിലവും നമ്മൾ ഒരു ബന്ധവും കാണുകയില്ല. വരവ് ദിവസം 100 രൂപയാണെങ്കിൽ 200 രൂപ ചിലവാക്കും. ഒരു കണക്കും കാണുകയില്ല. അതാണ് സാധാരണ മനുഷ്യൻ്റെ ഹൈന്ദവൻ്റെ രീതി. ഇങ്ങനെയാണ് സ്വത്തുക്കൾ മുഴുവൻ പോയതും ഇപ്പം പാവങ്ങളായിട്ട് ജീവിക്കുന്നവരും. ഇത് ഓക്കെ.